ബോക്സറേട്ടാ നിങ്ങൾ എന്തിനാ ഈ കാറ് കഴുകുന്നേ? കാറ് കഴുകുന്ന പയ്യൻ ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. ശമ്പളം വാങ്ങാൻ മാത്രം വരും, ശരിക്ക് ജോലി ചെയ്യത്തില്ല. ബോക്സറേട്ടാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ നിങ്ങളുടെ കാറ് കഴുകി തരാം. നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തന്നാ മതി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കില്ല. എന്താ മോട്ടു? അതിനെന്താ, ഞങ്ങൾ നിങ്ങളുടെ കാർ അടിപൊളിയാക്കി തരാം. അതിനെന്താ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ കാറ് ഒന്നാം തരമായി മിനുക്കിയെടുക്കണം. നീ എന്തായി കാണിച്ചത് കിളിയെ? ബോക്സറുടെ കയ്യിൽ ഞങ്ങൾക്ക് ഇടിമേടിച്ചു തരാൻ വല്ല നേർച്ചയുണ്ടോ നിനക്ക്? വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇങ്ങനെ പോയ കാറ് വൃത്തിയാക്കാൻ കഴിയില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഒന്ന് പോയിത്താ. എന്തിനാ നീ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നത്? നിനക്ക് ഇത് തന്നെയാണ് പണി. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ എപ്പോഴാ ഈ കാറൊക്കെ വാങ്ങിയത്? കാറ് മേടിച്ചതല്ല, കാറ് കഴുകുന്ന പുതിയ ജോലി തുടങ്ങിയതാ. പക്ഷെ ഈ കിളി കാറ് മുഴുവനും കാഷ്ടിച്ച് നാശാക്കിക്കൊണ്ടിരിക്കുക. പൊളിച്ചെടുത്തല്ലോ ഒട്ടുപാത്തലു. കാറ് കഴുകുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നല്ലൊരു ഷെഡ് ഇട്ടിട്ട് ഗരാജ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടോളൂ, ഒരു പക്ഷികളും നിങ്ങളെ ശല്യം ചെയ്യില്ല. പൊളിച്ചെടുത്തല്ലോ. ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം, എന്നിട്ട് നമുക്ക് ഗരാജ് തുടങ്ങാം. എന്റെ രോഗികളാണെങ്കിൽ സത്യം, ഞാൻ നിങ്ങൾക്കൊരു കെമിക്കൽ ഉണ്ടാക്കി തരാം. അത് വെള്ളത്തിൽ കലക്കി നിങ്ങൾ കാറ് കഴുകിയാലുണ്ടല്ലോ, ആ കാറിന്റെ തിളക്കം കാരണം നിങ്ങളുടെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോകും. പിന്നെ കാറ് കഴുകാനുള്ള ഒരു കട നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം. എന്നിട്ട് ബോക്സറേട്ടന്റെ കാർ അവിടുന്ന് കഴുകാലോ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, ഈ കെമിക്കല് വെള്ളത്തിൽ കലർത്തി കാറ് നിങ്ങൾ കഴുക. പിന്നെ കണ്ടോ, കാറിന്റെ കൂടെ നിങ്ങളുടെ ജീവിതവും വെളുക്കാൻ തുടങ്ങും. എന്റെ അമ്മോ, മോട്ടു പത്ലു, നിങ്ങൾ എന്താ ഒരു പുതിയ ജോലി തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ അമ്മോ, എന്റെ യൂണിഫോം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ. സോറി ചിങ്കം സാറ്, ഞാൻ ഇപ്പൊ വൃത്തിയാക്കി തന്നേക്കാം. എന്റെ അമ്മോ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എടോ, താൻ എന്തായി കാണിക്കുന്നത്? ചിങ്കം സാറ്, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ യൂണിഫോം ഞാൻ നക്ഷത്രങ്ങൾ പോലെ ആക്കി തരാം. എന്റെ അമ്മോ, മതി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. പക്ഷേ ചിങ്കം സാറേ, നിങ്ങൾ ഇവിടെ നിന്നോണ്ട് എന്ത് ചെയ്യുക? ഞാനൊരു സ്വർണ്ണ കടത്തുകാരനെ പിടിക്കാൻ വേണ്ടി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. എനിക്കൊരു ന്യൂസ് കിട്ടി, അവൻ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. പക്ഷെ നീ എന്റെ അടുത്ത് മാറി നിൽക്ക്, ഞാൻ പത്ലുവിനോട് സംസാരിച്ചോളാം. നിന്നോട് മിണ്ടുന്നില്ല. പത്ലു, പത്ലു. എന്താ സാറേ? ഹലോ ജോൺ. ജോൺ, ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ ഫോൺ വിളിച്ചത് ആരാണ്? ആരാണ്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. ബോസ്, ചിങ്കി ഇവിടെ എല്ലാ വണ്ടിയും സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ സമയം കളയാൻ വേണ്ടി മോട്ടുപത്തിലൊരു സർവീസ് സെന്ററിൽ കാർ കഴുകാൻ കൊടുത്തേക്കുവാണ്. കാർ അവിടെ തിറക്ക.
അല്ലെങ്കിൽ ബോട്ട് പത്രു കാറിന്റെ കൂടെ നിന്നെ ഇട്ടങ്ങ് അലക്കൂ. ഇനി തിരിച്ചു വാങ്ങാൻ പറ്റത്തില്ല. അവര് കാറ് കഴുകി തുടങ്ങി. പെട്ടെന്ന് ഇനി കാറ് തിരിച്ചു വെച്ച് അമ്മമാർക്ക് ഡൗട്ട് തോന്നും. നീ കാറല്ല ഞങ്ങളുടെ ജീവിതം വെളുപ്പിക്കാൻ പോകുന്നത്. നീ എന്നെ മിക്കവാറും വഴിയാധാരമാക്കാറാ സാധ്യത. കൊള്ളാം ബോസ്, കൊള്ളാം. ഓഹോ, ബോക്സറേട്ടന്റെ കാർ ഇതുവരെ കഴുകി കഴിഞ്ഞില്ലല്ലോ. ഐഡിയ. കണ്ടില്ലേ ചേട്ടന്റെ കാർ എത്ര ഭംഗിയാക്കിയിട്ടാ വൃത്തിയാക്കിയിരിക്കുന്നെന്ന്. എന്തായാലും എക്സ്ട്രാ പൈസ തരണം. ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത്? ദേഷ്യോ? എനിക്കോ? ഏഹേ, ഞാൻ വളരെ സന്തോഷവാനല്ലേ. ഞാൻ നിനക്ക് സമ്മാനം തരാൻ പോവുക. ദേ ഇന്നാ പിടിച്ചോ. എന്റെ കൂട്ടുകാരൻ പത്ലുവിന് എന്തിനാ തല്ലിയത്? അത് പോയി നിന്റെ കൂട്ടുകാരനോട് ചോദിക്കേ. നീയൊക്കെ എങ്ങനെയാ കാറ് കഴുകിയേ? എന്റെ കാറിന്റെ മുഴുവൻ കളറും പോയല്ലോ. ഇനി എന്ത് ചെയ്യും? എന്റെ കാറിന്റെ പോയി. എന്റെ കാറിന്റെയും പോയി. എന്റെ കാറിന്റെ പോയി. വിടല്ലോ അവന്മാരെ, അടിക്കണോ അവന്മാരെ, അടിക്കണോ അവരെ? എന്റെ സ്വർണത്തിന്റെ കാറ് തിരിച്ചു കൊണ്ടുവാ. ഒരു തമാശ പറഞ്ഞതാ. എന്റെ മോട്ടോർ ബൈക്ക്. ഓയ് മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, പറയേ, കാർ വാഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ പറഞ്ഞു തരാം. നിങ്ങളുടെ കെമിക്കൽ കാരണം ഞാൻ പണ്ടാരടങ്ങി പോയി. സ്വർണത്തിന്റെ കാറോ? ആ കാർ സ്വർണത്തിന്റെ ആണല്ലോ. എനിക്ക് തോന്നുന്നത് അത് സ്മഗ്ലറുടെ കാറായിരിക്കും. ഇത് പിടിക്കാനല്ലേ ചിങ്ങം നടക്കുന്നത്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തിലോ നിനക്ക്? എന്തെങ്കിലും ആലോചിച്ച് പറ. ഐഡിയ. എന്റെ സ്വർണത്തിന്റെ കാറ് തിരിച്ചതാ. എന്റെ അമ്മോ, നിൽക്കാനല്ലേ പറഞ്ഞ്. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമമാണ് സത്യം. കസീട്ട, നമുക്ക് സ്വർണത്തിന്റെ കാറ് കിട്ടി. നമുക്ക് ലോട്ടറി അടിച്ചു കസീട്ട്. സ്വർണത്തിന്റെ കാർ ദേ ഇപ്പൊ നമ്മുടേതായിരിക്കുന്നു. സ്വർണ്ണമാല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സ്വർണ്ണക്കാർ കാണുന്നത്. മോട്ടു പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. ജയിലിനകത്ത് പോയി എനിക്ക് വേണ്ടി കാത്തിരിക്കൂ. ഇനി ഈ കാർ എന്റേതാണ്. ഈ സ്വർണ്ണക്കാരന്റെ സ്വന്തക്കാരൻ ഞാനാണ്. ബൈ ബൈ.
ചിങ്ക സാറേ എന്തായി കാണിക്കുന്നത്? പോലീസിന്റെ ജോലി കള്ളനെ പിടിക്കാന്നുള്ളതല്ലേ, അല്ലാതെ മോഷണമൊന്നും അല്ലല്ലോ. ചിങ്ക സാറേ ഇങ്ങനെയൊന്നും ചെയ്യരുത്. പോലീസിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കല്ലേ. ഓ എന്റെ അമ്മോ, സോറി വെരി സോറി. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ കള്ളനെ പിടിച്ചോളാം. ഞാനാണ് ജോൺ. ഞാൻ തന്നെ ആയിരിക്കും ജോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ഇനി ഈ സ്വർണത്തിന്റെ കാർ എന്റേതാണ്. എന്നെ തടയാൻ ആരുണ്ട്? എന്റെ അമ്മോ, കള്ളൻ കാറിന്റെ തന്നെയല്ലേ ഉള്ളത്. ഞാൻ എന്തിനാ പുറത്തേക്ക് വന്നത്? പിടിക്കവനെ വേഗം. മോട്ടു പത്ലു ബൈ ബൈ. ഇനി ആ സ്വർണ്ണക്കാരൻ ഞങ്ങളുടേതാണ്. പൊളിച്ചെടുത്തല്ലോ. എന്റെ കാല് വിട് മമ്മി. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും വലിയൊരു കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. സർക്കാരിനോട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല സമ്മാനം വാങ്ങിത്തരാം. സമ്മാനം ഞങ്ങള് തരാം. ഈ മോട്ടും പത്തലും ഏത് കെമിക്കലാണ് അവ ഉപയോഗിച്ചത്? എന്റെ കാറ് നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ കാറിന്റെ കണ്ടീഷൻ കണ്ടില്ലേ? ഇനി ഞാൻ ഇവരുടെ കണ്ടീഷനും ഇതുപോലെ തന്നെ ആക്കും. അടിക്കേ. Watch India's largest kids library only on Jio Hotstar. Download the app now.